വഴിയാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ചെറിയൊരു വയലറ്റ് ടോൺ വരുന്ന സൈസ് ആഷ് കേട്ടോ. ഭയങ്കര ആഷ് എന്ന് പറയാൻ പറ്റൂല, എവിടെയോ ഒരു ലാവണ്ടറിന്റെ ചെറിയൊരു ഷെയ്ഡ് കയറി വരുന്നുണ്ട്, എന്നാൽ ഭയങ്കര ലാവണ്ടർ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം അങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സ്, നമ്മുടെ ഒരു ഡസ്റ്റി കളർ ചാർട്ട്. ഈ ചിക്കൻ വർക്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഡസ്റ്റി കളർ ചാർട്ടിലാണ് ഒറിജിനൽ വർക്കിനെ കാണാൻ ഭംഗി കേട്ടോ. ഇത് തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡാർക്ക് ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും. പക്ഷേ ഈ ചിക്കൻ വർക്ക് ഒറിജിനലിന്റെ ആ ഒരു ഭംഗി ശരിക്കും കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് പേസ്റ്റൽ കളേഴ്സിലൊക്കെയാണ് ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അതാണ് ഇഷ്ടം. നോർമലി ബാക്കി വർക്കുകളൊക്കെ അങ്ങനെ നമ്മൾ നല്ല ഡാർക്കർ ഷെയ്ഡ്സിൽ ഓടുമ്പം ഇങ്ങനത്തെ വർക്കിനൊക്കെ എപ്പോഴും ഒരു ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡസ്റ്റി ടൈപ്പ് കളേഴ്സിലാണ് കൂടുതൽ ഭംഗി കൂടുതൽ വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലത്തെ വർക്ക് ഇതാട്ടോ. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. നല്ല ലെങ്ത് ഉണ്ട്. താഴെയും നമുക്ക് ചെറിയൊരു ക്രോഷഡ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ അത്ര ഹൈ ക്വാളിറ്റി ഒരു പ്യൂർ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ. ഡ്രൈ വാഷ് മാത്രം ചെയ്യുക. എല്ലാത്തിനും ബോട്ടം വെച്ചിരിക്കുന്ന സാൻഡൺ ഫാബ്രിക് ആണ്. ഇതിന്റെ നമ്പർ V207. നമുക്ക് ലാസ്റ്റ് കളർ ഇതൊരു ഡസ്റ്റി ഓനിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ. അടിപൊളി കളറാണ്, നല്ല രസമാട്ടോ. ഡസ്റ്റി കളർ ആണെങ്കിലും ഇങ്ങനത്തെ ഷെയ്ഡ്സിനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ചിക്കൻ വർക്കിന്റെ എടുപ്പുണ്ട്, ആ ഒരു പ്യൂർ ക്രേപ്പിന്റെ ലുക്കും ഉണ്ട്. എല്ലാത്തിനും ബോട്ടം വരുന്നത് സാൻഡൺ ഫാബ്രിക് ആണ്. സെയിം തന്നെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആട്ടോ. അത്രയും പ്യൂർ ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ നിൽക്കുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോളുക, എത്ര റേറ്റ് ഉള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇത് ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ നമ്പർ V281, റേറ്റ് 3200.